ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ നിമിഷത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചത്. ശുഭാംശു ശുക്ല ഉൾപ്പെട്ട 4-അംഗ സംഘം ബഹിരാകാശ നിലയത്തിലെ 18 ദിവസത്തെ വാസത്തിന് ശേഷം തിരിച്ച് ഇന്ത്യയിലേക്ക് എത്തുകയാണ്. ആക്സിയം 4 അതിന്റെ ദൗത്യമൊക്കെ പൂർത്തിയാക്കിയിരിക്കുകയാണ്. 60ഓളം പരീക്ഷണങ്ങളാണ് നടത്തിയത്. അതിൽ 7 ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായ ദൗത്യങ്ങളാണ്. ശാസ്ത്രീയ പരീക്ഷണങ്ങൾ ഇന്ത്യയുടെ കുതിപ്പിനും ഇന്ത്യയുടെ ഭാവിക്കും ഏറെ നിർണായകമായ പരീക്ഷണങ്ങളൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷമാണ് ശുഭാംശു ശുക്ല ഭൂമിയിലേക്ക് തിരിച്ചെത്തുന്നത്. കാലാവസ്ഥയൊക്കെ അനുകൂലമാണെങ്കിൽ, എല്ലാം ശരിയായി നടക്കുകയാണെങ്കിൽ നാളെ ഉച്ചയ്ക്ക് 3 മണിയോടെ ഈ പേടകം ശാന്തസമുദ്രത്തിലേക്ക് പതിക്കും. അങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാലാവസ്ഥയൊക്കെ അനുകൂലമാണെങ്കിൽ മണിക്കൂറുകൾ ദൈർഘ്യമുള്ള ഒരു യാത്രയാണ്. 22.5 മണിക്കൂറോളം സമയമെടുത്താണ് ഈ പേടകം ഇനി ഭൂമിയിലേക്ക് എത്തുക. Suave and Tibor were ready to work. And over the course of 18 days on board the station, they accomplished over 60 research activities, as well as more than 20 outreach events. And as their time on station came to a close, the AX-4 crew participated in a brief farewell ceremony where they said their goodbyes to the Expedition 73 crew. Now, for more details on the incredible work performed by this crew on orbit, check out axiomspace.com. ഇപ്പൊ സ്ക്രീനിൽ കാണുന്ന ദൃശ്യങ്ങൾ ബഹിരാകാശ നിലയത്തിൽ നിന്ന് ഈ ആക്സിയം ദൗത്യം അതിലെ ടീം അംഗങ്ങൾക്ക് ബഹിരാകാശ നിലയത്തിലുണ്ടായിരുന്ന മറ്റാളുകൾ നടത്തിയ യാത്രയയപ്പിന്റെ ദൃശ്യങ്ങളാണ്. ആ യാത്രയയപ്പ് അതിന്റെ ദൃശ്യങ്ങളാണ്. കെട്ടിപ്പിടിച്ച് അവരെ മടക്കി അയക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മുടെ ശുഭാംശു ശുക്ലയൊക്കെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. We are expecting that exit to take place about 3 minutes from now, around 6:30. Vyomsena Group Captain Shubhanshu Shukla, Peggy Hidson, Sloas Wisnowski, Tibor Campo. ഈ യാത്രികർക്ക് ബഹിരാകാശ നിലയത്തിലെ മറ്റു 7 താമസക്കാർ ചേർന്നാണ് ഈ യാത്രയയപ്പ് വിരുന്ന് നൽകിയത്. അതിലെ വിഭവങ്ങളൊക്കെ ഇന്ന് എല്ലാ രാജ്യാന്തര മാധ്യമങ്ങളിലും വലിയ ചർച്ചയായിട്ടുണ്ടായിരുന്നു. ഷ്രിംപ് കോക്ടെയിലും ചിക്കനും മെക്സിക്കൻ വിഭവങ്ങളും അതോടൊപ്പം തന്നെ വാൾനട്ട് കേക്കും ഒക്കെയാണ് ഈ യാത്രയയപ്പ് വിരുന്നിൽ നമ്മുടെ ടീം ആക്സിയം ദൗത്യത്തിലെ 4 ടീം അംഗങ്ങൾക്കും നൽകിയത്. അതോടൊപ്പം തന്നെ ശുഭാംശു ശുക്ല നമ്മുടെ ഇവിടെ നിന്ന് കൊണ്ടുപോയ ക്യാരറ്റ് ഹൽവയും അതോടൊപ്പം മാംഗോ ജ്യൂസും ഒക്കെ അവർക്ക് പങ്കുവെക്കുകയും ചെയ്തിരുന്നുവെന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു. എന്തായാലും ഉഷാറായ ഒരു ഗംഭീരമായ യാത്രയയപ്പ് തന്നെയാണ് നമ്മുടെ ആക്സിയം ദൗത്യം 4 ടീം അംഗങ്ങൾക്ക് ബഹിരാകാശ നിലയത്തിലെ 7 താമസക്കാർ ചേർന്ന വിരുന്ന് വലിയൊരു വിരുന്ന് തന്നെയാണ് നൽകിയത്. ഷ്രിംപ് കോക്ടെയിലും ചിക്കൻ മെക്സിക്കൻ ഇറച്ചി വിഭവങ്ങളും അതോടൊപ്പം തന്നെ വാൾനട്ട് കേക്കും ഒക്കെ നൽകിയായിരുന്നു യാത്രയയപ്പ്. ആ ഒരു വിരുന്നിൽ ശുഭാംശു ശുക്ല പറഞ്ഞൊരു കാര്യം, ഇന്നും ആകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഭാരതം ലോകം മുഴുവനിലും വെച്ച് ഏറ്റവും മനോഹരവും സുന്ദരവുമായിരിക്കുന്നു എന്ന് പറയുമ്പോൾ ചരിത്രത്തിലേക്കുള്ള ഒരു തിരിഞ്ഞു നോട്ടം അല്ലേ? അങ്ങനെ തന്നെ പറയാം. ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം അത്രയും അഭിമാനകരമായ ഒരു നിമിഷം അല്ലേ ആര്യ? അഭിമാനകരമായ നിമിഷം തന്നെയാണ്. കാരണം ഇന്ത്യയുടെ അഭിമാനം ബഹിരാകാശത്ത് വരെ എത്തിച്ചാണ് ശുഭാംശു ശുക്ലയുടെ ഈ മടക്കയാത്ര എന്ന് നമുക്ക് പറയാം. നമുക്ക് കുറെ പഠിക്കാനുണ്ട്, നമുക്ക് കുറെ മുന്നേറാനുണ്ട്. അപ്പോൾ ആ മുന്നേറ്റത്തിന് ഏറ്റവും വലിയ ചുവടുവെപ്പായിരിക്കും ഇത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് നാസയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഓരോ നിമിഷവും ഓരോ സെക്കൻഡും അവർ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാണാം, ശാസ്ത്രജ്ഞരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അവർ ഓരോ കാര്യങ്ങളും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 2 ബേൺ പ്രക്രിയകൾ, അതായത് ബേൺ 0 സ്റ്റേജും ബേൺ 1 സ്റ്റേജുമാണ് പൂർത്തിയായത്. ഇനി 2 ബേൺ പ്രക്രിയകൾ കൂടി പൂർത്തിയാകേണ്ടതുണ്ട്. അതായത് ഭൂമിയിലേക്ക് കടക്കുമ്പോൾ ഡി ഓർബിറ്റിംഗ് നടത്തേണ്ടതുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇനിയുള്ള പ്രക്രിയ എന്ന് പറയുന്നത്. ഡി ഓർബിറ്റിംഗ് തന്നെയാണ്. ഡി ഓർബിറ്റിംഗ് നാളെ ഇന്ത്യൻ സമയം ഒരു ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി ഭൂമിയിലേക്ക് പ്രവേശിക്കും ഈ ഡ്രാഗൺ പേടകം. അപ്പോഴായിരിക്കും ഏറ്റവും നിർണായകമായ ഘട്ടം. അടുത്തത് ഡി ഓർബിറ്റിംഗ് ആണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊക്കെ താപനിലയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അതിനൊരു പ്രത്യേക താപ കവചം തന്നെ എന്തായാലും പേടകത്തിനുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ സുപ്രധാനമായ അല്ലെങ്കിൽ ഒരു ചരിത്ര നേട്ടം തന്നെയാണ് ഇപ്പോൾ നമ്മൾ കൈവരിച്ചിരിക്കുന്നത്. രാജ്യത്തിനും ലോകത്തിനും ഒക്കെ വലിയ അഭിമാനകരമായ നേട്ടമാണ്. 18 ദിവസത്തെ ബഹിരാകാശ നിലയത്തിലെ ദൗത്യം പൂർത്തിയാക്കി ശുഭാംശു ശുക്ല മടങ്ങുകയാണ്, ഭൂമിയിലേക്ക് മടങ്ങുകയാണ്. വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് എന്ന് പറയാൻ കഴിയില്ല, കാരണം സമുദ്രത്തിലാണ് സ്പ്ലാഷ് ഡൗൺ ചെയ്യുന്നത്. ആ സമുദ്രം തെരഞ്ഞെടുക്കാനുള്ള കാരണം ഇപ്പോൾ സുനിത വില്യംസിന്റെ കാര്യത്തിലും സമുദ്രത്തിൽ തന്നെയായിരുന്നു സ്പ്ലാഷ് ഡൗൺ. അത് വേണമെങ്കിൽ കരയിലാകാം അല്ലെങ്കിൽ സമുദ്രത്തിലാകാം. അതല്ല കാലാവസ്ഥയ്ക്കനുസരിച്ചാണ്. എന്തായാലും നാളെ 3 മണിക്ക് എല്ലാം ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ കാലാവസ്ഥയൊക്കെ അനുകൂലമാണ്, എല്ലാം
ശരിയായ രീതിയിൽ നടക്കുകയാണെങ്കിൽ നാളെ 3 മണിക്കായിരിക്കും സ്പ്ലാഷ് ഡൗൺ. അത് എവിടെ എന്ന കാര്യത്തിലൊക്കെ ഒരു തീരുമാനമാകേണ്ടതുണ്ട്. എന്തായാലും ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ ദൗത്യം അത് പൂർത്തിയാക്കിയ ശേഷം ശുഭാംശു ശുക്ല അടങ്ങുന്ന 4 അംഗ സംഘം തിരിച്ചെത്തുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരുപാട് മുന്നേറാനുണ്ട്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനിയും പരീക്ഷണങ്ങളൊക്കെ നടത്തേണ്ടതുണ്ട്. അതിനൊക്കെ ഒരു ഊർജം നൽകുന്ന മുന്നോടിയായി ഒരു ഊർജ്ജം നൽകുന്ന ഒരു കാര്യം തന്നെയായിരുന്നു ഈ ഒരു ദൗത്യം എന്ന് പറയേണ്ടതുണ്ട്. എന്തായാലും ശുഭാംശു ശുക്ല അടങ്ങുന്ന 4 അംഗ സംഘം നാളെ ഭൂമിയിലേക്ക് എത്തും.